എന്താണ് ഈ ബ്രൊമാൻസ് റൊമാൻസും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ബി ഉണ്ട് റൊമാൻസിന്. എനിക്കറിയാം, ഇവരുടെ കൂടെ കൂട്ടിയിട്ടല്ലേ ഇതൊക്കെ പഠിച്ച്. മഹിമ എപ്പോഴാ അറിഞ്ഞേ? ഞാനുണ്ടെന്ന് അവിടെ ഒരു കാര്യം അറിയാം. ഞാൻ ഈ വണ്ടി പേടിച്ചല്ലേ ഓടിക്കുന്നേ. അപ്പൊ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. അപ്പൊ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചോണ്ടിരിക്കുക, ഈശ്വരാ വണ്ടിനകത്ത് ഇല്ലാതായപ്പോ സങ്കടമായി. കാരണം കാണുന്നവരൊക്കെ രക്ഷപ്പെട്ടല്ലേ. കൂട്ടത്തിൽ ആർക്കായിരിക്കും ബെസ്റ്റ് ലവ് ലൈഫ് ഉണ്ടായിട്ടുണ്ടാവും? ലവ് മാരേജ് അല്ലേ? മാത്യുവിനായിരിക്കും. ഓക്കെ, ഇവിടെ ചോദിക്കാം, നിങ്ങളിൽ ആർക്കായിരിക്കും ഗേൾസ് നേരം വേറെ എവിടെയെങ്കിലും ചോദിച്ചേ? ഫുഡ് കഴിച്ചോ? ബീച്ചാ? നിങ്ങൾക്കറിയാം എന്തോരം ഞെട്ടിയടാ. അരിപ്പയില്ലേ? അരിപ്പാന്നായിരിക്കും. ആണോ? പപ്പായ. പപ്പള. അപ്പോ സിംഗിൾസിനും കപ്പിൾസിനും എന്താ? ഫാമിലി ഓഡിയൻസ്. ഓക്കെ ഓക്കെ. 5. ഇതെത്ര? 1. ഇതെത്ര? അപ്പൊ 1 4 എത്ര? 5. 1 4. അന്നെനിക്ക് ഇങ്ങനെ അടിച്ചാ പോലെ. കരഞ്ഞത് ചിരിച്ചിരിച്ചെന്നൊക്കെ പറയാട്ടോ. പൊന്നോ അർജുൻ അശോകൻ മസ്താനിയെ കരയിപ്പിച്ചു. ഹായ് ഹലോ, എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് അവർ ഷോ മസ്തി വിത്ത് മസ്താനി. ഇന്നത്തെ എൻ്റെ ഗസ്റ്റുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ February 14th വാലന്റൈൻസ് ഡേക്ക് റിലീസ് ആവാൻ പോകുന്ന ബ്രൊമാൻസ് എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി അതിലെ ആക്ടേഴ്സ് ആൻഡ് ആക്ട്രസ് ആണ് മാത്യു, മഹിമ ആൻഡ് അർജുൻ ചേട്ടൻ. വെൽക്കം. താങ്ക് യു സോ മച്ച്. താങ്ക് യു മസ്താനി. ഓക്കെ, നല്ല ചില്ലായി എന്റർടൈൻ എനർജറ്റിക് ആയിട്ടൊക്കെ അല്ലേ? അങ്ങനല്ലേ? എല്ലാം വായിച്ചോ? ഓക്കെ, നമ്മുടെ February 14th ഈ സിനിമ റിലീസ് ആവുന്നത്. ബ്രൊമാൻസിൽ കുറച്ച് റൊമാൻസ് ഉണ്ടാവും, പിന്നെ കുറച്ച് ബ്രദർഹുഡ് ഉണ്ടാവും, ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവും. എന്നാലും എന്താ ഇത് February 14th തന്നെ റിലീസ് ചെയ്യാൻ? നിങ്ങൾ സിംഗിൾസിനെ ഫോക്കസ് ചെയ്തിട്ടാണോ അല്ലെങ്കിൽ കപ്പിൾസിനെ ഫോക്കസ് ചെയ്തിട്ടാണോ? എല്ലാരെയും ഫോക്കസ് ചെയ്തിട്ട് സിംഗിൾസിനും പറ്റും, കപ്പിൾസിനും പറ്റും, എല്ലാവർക്കും പറ്റും, ഫാമിലി ഓഡിയൻസിനും പറ്റും, എല്ലാവർക്കും പറ്റും. ഓക്കെ, അപ്പൊ ഞങ്ങൾക്കൊക്കെ പോയി കാണാം. ഓക്കെ, ഇപ്പൊ ഇതില് ട്രെയിലർ ആണെങ്കിലും ഭയങ്കര ഹിറ്റായി, സോങ്സ് ഒക്കെ ഹിറ്റായി. ഞാൻ ആദ്യം സോങ്സ് സ്റ്റാർട്ട് ചെയ്യാം. കടവ വെഡിങ് സോങ്. അത് നമുക്ക് മലയാളി ഓഡിയൻസിന് കുറച്ച് പുതിയൊരു സംഭവമായിരുന്നു. അതിന്റെ ലിറിക്സിന്റെ മീനിങ്സ് ഒക്കെ എന്താ? ലിറിക്സിന്റെ മീനിങ്സ് അവിടുത്തെ കൊടവ ബ്യൂട്ടീനെ പറ്റി പറയുന്ന, അവിടുത്തെ കാടും മേടും മൃഗങ്ങളെ പറ്റിയൊക്കെ പറയുന്നതാണ്. അറിഞ്ഞോണ്ടൊന്നല്ല പറയുന്നത്, താഴെയുള്ള സബ് ടൈറ്റിൽസ് വെച്ച് മനസ്സിലാക്കിയതാ ഞാനും. അങ്ങനെയാണെന്നാണ് വിശ്വാസം. ഓക്കെ, ഇപ്പോ ബ്രൊമാൻസ് ഇപ്പൊ അർജുൻ ചേട്ടനുണ്ട്, മാത്യു ഉണ്ട്, എനിക്ക് തോന്നുന്നു മഹിമ ചേച്ചി ഉണ്ട്, മാത്യു, സംഗീത ആണെങ്കിലും ശ്യാം ആണെങ്കിലും എനിക്ക് തോന്നുന്നു ആ പ്രേമലു ടീം വീണ്ടും വരുന്നു അല്ലെ? ആ ഒരു പറഞ്ഞു ഞാൻ ശ്രദ്ധിക്കാതെ ഇന്റർവ്യൂല് ഞാൻ ചോദിക്കൂട്ടോ, ഞാനിനി എന്താ ചോദിച്ചെന്ന്. ഓക്കെ, അപ്പൊ ആ ഒരു ടീമും കൂടി ഇതില് ജോയിൻ ചെയ്യുന്നുണ്ട്. ഞാൻ കണ്ടു ചില പോസ്റ്റേഴ്സ് ഒക്കെ ഷെയർ ചെയ്തപ്പോ പ്രേമലു 2 വീണ്ടും വരുന്നു എന്നൊക്കെ പറഞ്ഞ ആൾക്കാര് ചോദിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പുറത്തത്തെ ഫാൻസ് ആണെന്ന് തോന്നുന്നു, നോർത്ത് ഇന്ത്യൻ ഫാൻസ്, ഒഡീഷ്യ ഫാൻസ് ഒക്കെ. കഴിഞ്ഞ ഇന്റർവ്യൂല് ശ്യാം പറഞ്ഞ കാര്യമാണ് അല്ലേ? അത് കണ്ടായിരുന്നു, ഒഡീഷ കഴിഞ്ഞ 15 ഇന്റർവ്യൂല് ശ്യാം പറഞ്ഞ കാര്യം കണ്ടില്ല, അപ്പൊ തള്ളിയതാണോ? അല്ല, മസ്താനി കണ്ടെന്നല്ലേ പറഞ്ഞത്. അത് നമ്മളങ്ങനെ ഞങ്ങള് കഴിഞ്ഞ 15 ഇന്റർവ്യൂ കേട്ടോണ്ടിരിക്കുന്ന സംഭവം ഒഡീഷ. അതുവരെ ഒഡീഷ വന്നോടെ ഞാൻ പറയാൻ വേണ്ടി പോയതാ. അത് മലയാളത്തിൽ പോസ്റ്റ് ഇറക്കിയപ്പോ ആൾക്കാരെ ചിന്തിച്ചു എപ്പോഴാണ് ഒഡീഷ വന്നത്.
കട്ട് ചെയ്യാൻ കേട്ടോ. കുഴപ്പമില്ല, ഇല്ല എനിക്ക് കുഴപ്പമുണ്ട്. ഓക്കെ, പറയാ എന്താണ് ഈ റൊമാൻസും തമ്മിലുള്ള ഒരു ഡിഫറൻസിന് ബി ഉണ്ട് റൊമാൻസിന്. എനിക്കറിയാം, ഇവരുടെ കൂടെ കൂടിയിട്ടല്ലേ ഇതൊക്കെ പഠിച്ച്. എന്റെ കുട്ടി അങ്ങനെ ഇവരുടെ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന കാര്യം, ഞാൻ വളരെ നല്ല കുട്ടിയായിരുന്നു, ഡീസന്റ് ആയിരുന്നു. ഇവരുടെ കൂടെ കൂടി ഞാനങ്ങ് വഷളായി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ആക്ട്രസ് ആണ് ഞാൻ. അതെ, താങ്ക് യു. അവിടെ പിന്നെ ഇല്ലേ, മഹിമയുടെ ഭയങ്കര നല്ല ഒരു, എവിടെ വെച്ച് കണ്ടാലും സംസാരിക്കും. അല്ല, ജാടയൊന്നുമില്ല ചില ആൾക്കാരെ പോലെ. ചില ആൾക്കാരെ പോലെ ജാടിയൊന്നും ഇല്ല. ഇല്ല, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അറിഞ്ഞിട്ട് ഞാൻ ചിരിച്ചില്ല. എന്താ ഞാൻ രണ്ടാമതൊന്നും ചെണ്ടയോ? ഞാൻ ചിരിച്ചല്ലോ. ഇല്ല, ഞാൻ ആദ്യം ഒറ്റക്ക് ഞാൻ ചിരിച്ചു. ഞാൻ നിന്നെ വണക്കം പറഞ്ഞിട്ടാണ് അങ്ങോട്ട് കയറിയത്. അന്ന മസ്താനി മൈൻഡ് ചെയ്തില്ല. അങ്ങനെ കണ്ടില്ല. ആര് നോക്കിയിരിക്കുന്നു? രണ്ടാമത് വന്ന് ഡ്രസ്സ് മാറി വന്ന് അങ്ങോട്ട് കയറിയടിക്ക് എല്ലായിടത്തും നോക്കി ചിരിച്ചിട്ടാണ് എല്ലാരും ഗ്രീറ്റ് ചെയ്തിട്ട് പോകാറുള്ളൂ. ഞാൻ ചിരിച്ചില്ല. അപ്പൊ നീ ഒരു ചെറിയ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ തലരിഞ്ഞുണ്ടാവും. അതെ, കാരണം ഞാൻ ആരും ഗ്രീറ്റ് ചെയ്യാണ്ട് പോകാറുള്ളൂ, പറഞ്ഞിട്ട് ഞാൻ പോകാറുള്ളൂ. ശരി, വരവെച്ചിരിക്കണം. മാത്യു, ഞാനിപ്പോ കൊറേ ഇപ്പം ഇന്റർവ്യൂസിലാണെങ്കിലും വീഡിയോസിലൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ട കമന്റ്, മാത്യു ഇപ്പൊ ഭയങ്കര ആക്റ്റീവ് ആയിട്ടാണ് സംസാരിക്കുന്നത്. എന്താ അതിന്റെ റീസൺ? നീ പണ്ട് സംസാരിക്കില്ലായിരുന്നു? സംസാരിക്കായിരുന്നു, ഇപ്പൊ ഭയങ്കര സൈലന്റ്. അല്ല, അതൊരു കൂടെ ഇരിക്കുന്നവരുടെ വൈബ് ആണല്ലോ. എല്ലാരും സീരിയസ് ആയിട്ടിരിക്കുമ്പോ ഞാൻ ആക്റ്റീവായിട്ട് പിന്നെ അപ്പൊ എല്ലാരും ഒരു എനർജി കിട്ടുന്നത് നമ്മൾ തിരിച്ചു കൊടുക്കും. ഓക്കെ, ഇനി നമ്മൾ ബ്രൊമാൻസിലേക്ക് വരുമ്പോഴേക്കും എന്താണ് ബ്രൊമാൻസ് പറയുന്ന ആ ഒരു സ്റ്റോറി? ബേസിക്കലി ഫ്രണ്ട്ഷിപ്പ് ആണ്. ഞാൻ റിപ്പീറ്റ് ചെയ്യുന്ന അതായത് ഒരു ഫ്രണ്ടിന് ഒരു പ്രശ്നം വരുമ്പോ കുറച്ച് ഫ്രണ്ട്സ് എങ്ങനെയായിരിക്കും നോർമലി ഫ്രണ്ട്സ് എങ്ങനെയായിരിക്കും നമ്മുടെ ഫ്രണ്ടിന് ഒരു ആവശ്യം വരുമ്പോ ഏത് എക്സ്ട്രീം വരെയും പോകാൻ റെഡി ആയിരിക്കുന്ന ആൾക്കാരായിരിക്കുമല്ലോ ഫ്രണ്ട്സ്. അപ്പം അങ്ങനെയുള്ള കുറച്ച് ഫ്രണ്ട്സിന്റെ സ്റ്റോറിയാണ്. ഇവര് വിൻഡോ ഷിൻഡോ, ശ്യാം ചെയ്യുന്ന ക്യാരക്ടറാണ് ഷിൻഡോ. ഷിൻഡോ ഒരാൾ മിസ്സിങ് ആവാണ്. പിന്നെ ഉള്ളത് പറയുന്നത് ഞങ്ങൾ എല്ലാവരും ആ ഫ്രണ്ടിനെ അന്വേഷിച്ചുള്ള ഒരു ജേർണിയും കാര്യങ്ങളൊക്കെയാണ്. ഇതില് ഐഷു എന്ന് പറയുന്ന ക്യാരക്ടർ അല്ലേ, മഹിമേനെ ഏത് ഇന്റർവ്യൂല് കണ്ടാലും എവിടെ വെച്ച് കണ്ടാലും ആൾക്കാർ ആദ്യം കാസർഗോഡ് സ്ലാങ്ങിൽ എന്തെങ്കിലും പറയോ എന്നുള്ള ഒരു സാധനം ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു പരാതി ഇതിൽ തീർത്തിരിക്കുകയാണ്. ട്രെയിലറിൽ കുറച്ച് അത് ഞാനങ്ങനെ വേണമെന്ന് വെച്ച് ചെയ്തതല്ല, അത് ADJയുടെ ഒരു ഐഡിയ ആയിരുന്നു. ADJ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തതാ. ചിലപ്പോ ഒരു പക്ഷെ ഞാൻ എന്നെ കാസ്റ്റ് ചെയ്തതിന് ശേഷം വന്ന ഐഡിയ ആവാനും മതി. അപ്പം ആണ് അല്ലേ, അങ്ങനെ മതി, ആണ് അതാണെന്ന് തോന്നുന്നു. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടു അത് പറഞ്ഞത്. കാരണം എനിക്ക് കാസർഗോഡ് സ്ലാങ് സംസാരിക്കാനും ഇഷ്ടം. അപ്പൊ അതങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് ഒരു രസം തോന്നി. പിന്നെ അത് ക്യാരക്ടറിനെ എലവേറ്റ് ചെയ്യാനും ഒരു ഫാക്ടറാണ്. എനിക്കത് ഇഷ്ടപ്പെട്ടായിരുന്നു. അങ്ങനെ മൊത്തമായിട്ട് പറയുന്നത് അങ്ങനെയല്ല. ട്രെയിലറിൽ ആ ഒരു കുഞ്ഞു സംഭവമാണെങ്കിൽ കാണാൻ. ഓക്കെ, മാത്യു പറയൂ, ഇവരുടെ കൂടെയുള്ള ആ ഒരു റൊമാൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. അല്ല അടിപൊളിയായിരുന്നു. അല്ല, ഭയങ്കര രസമായിരുന്നു. കാരണം അച്ഛനെ നേരത്തെ അറിയാം, ചേച്ചിയേട്ടാ ആദ്യമായിട്ടാ. പിന്നെ സംഗീതാട്ടിനെയൊക്കെ നല്ല പരിചയമുണ്ട്. ശ്യാമായാലും വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ബിഹൈൻഡ് ദ ക്രൂ ഡയറക്ടർ, റൈറ്റർ, DOP എല്ലാവരെയും നല്ല പരിചയമുണ്ട്. എനിക്ക് അറ്റ്ലീസ്റ്റ് 2 വർഷത്തെ പരിചയമെങ്കിലും ഉണ്ട്. അപ്പൊ ശരിക്കും ഒരു റൊമാൻസ് പോലെയായിരുന്നു എനിക്ക് അഭിനയിക്കുമ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ. അപ്പൊ അത് എനിക്ക് ഭയങ്കര ഒരു പേഴ്സണൽ ഫേവറേറ്റ് പടമായിരിക്കും ഇത്. കാരണം എനിക്ക് ചില സെറ്റുകളിലൊക്കെ നമുക്ക് കുറച്ചുപേരെ അറിയുന്നുണ്ടാവുള്ളൂ. ഇതിൽ എനിക്ക് എല്ലാവരും അറിയായിരുന്നു. എനിക്ക് എല്ലാവരും നല്ല പരിചയമൊക്കെ സെറ്റായി. എന്തുകൊള്ളും ആ സെറ്റിൽ കാണിച്ചാലും കുഴപ്പമില്ല. കിച്ചൺ, എക്സ്പ്ലോറിംഗ് കിച്ചൺ, അങ്ങനെ ഒരു ഗെയിം ഉണ്ട്, അടിപൊളി രസമുള്ള ഒരു ഗെയിം. അതൊക്കെ ഞങ്ങൾ കളിക്കുമായിരുന്നു. രസമായിരുന്നു. ചേട്ടൻ ഇതൊക്കെ പറയുമ്പോ ഒരു വിഷമ മുഖത്ത് മിസ് ചെയ്യണോ? എനിക്ക് അർജുൻ ചേട്ടന്റെ ഇന്റർവ്യൂ എപ്പോ ലാസ്റ്റ് ആയിരിക്കും കിട്ടുന്നത് എനിക്ക്.
ഞങ്ങൾ രാവിലെ വന്നിരിക്കും, പക്ഷെ നമ്മൾ സ്കെഡ്യൂൾ ചെയ്യണ അനുസരിച്ച് ലാസ്റ്റ് ആയിരിക്കും. എപ്പോഴും ഞാൻ എന്റെ ഗെയിം ഒക്കെ പ്രിപ്പയർ പക്ഷെ ഞാൻ എപ്പോഴെങ്കിലും ഡൗൺ ആയിട്ടിരുന്നുണ്ടാ, ഇന്നിപ്പോ ചെറുതായിട്ടൊന്ന് കട്ടായി പോയി. എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കട്ടാവും, നമ്മളിങ്ങനെ തട്ടി എണീപ്പിക്കണമെങ്കിലും ഈ സമയത്ത് ഇവരല്ലേ ഫോക്കസ് ആവുള്ളൂ. എല്ലാരും വരും, ഇവരെ ക്ലോസ് ആക്കണേ ആ സമയത്ത്. എല്ലാരും വരും. ഓക്കെ ഓക്കെ ചേട്ടൻ പറയൂ, എന്തായിരുന്നു ആ സെറ്റിലെ റൊമാൻസ്? ബ്രോമാൻസ് അടിപൊളിയായിരുന്നു സെറ്റ്. ആദ്യം വന്നപ്പോ എല്ലാവരും മിങ്കിളാൻ കുറെ സമയം എടുത്തു. ഞങ്ങൾക്ക് എത്ര ഫുഡ് മേടിച്ചു തന്നിട്ടുണ്ടെന്ന് അറിയാം. അയ്യോടോ, ഞങ്ങൾക്ക് എല്ലാവർക്കും കുറേ ചേച്ചിയും മേടിച്ചിട്ടുണ്ട്. അച്ചേട്ടനും ചേച്ചിയാണ്. സൈക്കോളജിക്കലും അല്ല, അച്ചേട്ടനും മൈമ ചേച്ചിയാണ് ഏറ്റവും കൂടുതൽ. ഇവനും മേടിച്ചു കൊടുത്തിട്ടുണ്ട് സംഗീതം. 600 അല്ലല്ല, സംഗീതം എനിക്കാ മേടിച്ചത്. 600 രൂപയുടെ ഫ്രൈഡ് റൈസ്. 600 രൂപയുടെ ഫ്രൈഡ് റൈസോ? 600 രൂപയുടെ ഫ്രൈഡ് റൈസ് അല്ല, അതെന്താന്ന് വെച്ചാ പറഞ്ഞത് കൊറേ പറഞ്ഞു. വേറെ രീതി പറ. അതെന്താന്ന് വെച്ചാ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങള് ഉള്ള ഫുഡ് ഭയങ്കര മോശമായോണ്ട് കഴിക്കാനും പറ്റിയില്ല. നല്ല വിശപ്പുണ്ടായിരുന്നു, ആരുടെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു. അപ്പൊ സംഗീതേട്ടൻ കടം വാങ്ങി ഞങ്ങൾക്ക് എല്ലാവർക്കും ഫുഡ് വാങ്ങിയിട്ടുണ്ട്. ഈ സെറ്റിലല്ല കേട്ടോ, മൈസൂര് തണ്ണീർമത്തിന്റെ ഷൂട്ടുണ്ട്. ആരും ഒന്നും ആയിട്ടില്ല. അപ്പൊ ആരുടെയും കയ്യിൽ അങ്ങനെ പൈസ ഒന്നുമില്ല. അപ്പൊ മൈസൂര് വെച്ചിട്ട് 600 രൂപ കടം വാങ്ങിയിട്ട് ഫുഡ് മേടിച്ചത്. അപ്പൊ എനിക്കത് ഭയങ്കര ഒരു മെമ്മറിയാണ്. അതെ, ഒരു ഇന്റർവ്യൂ പാർവതിയിലൂടെയുള്ള ഒരു ഇന്റർവ്യൂല് ലൊക്കേഷനിൽ തന്നെ ഒരു 10 അതിനെ ഇങ്ങനെ എപ്പോഴും അവനെ തന്നെ ഓർമ്മിപ്പിക്കുന്നു. അത്ര നല്ല ആളാന്ന് അല്ലേ? അല്ല, അടിപൊളിയാണ്. എല്ലാവരും നല്ല രസം നോക്കിയാനായിട്ട്. നമ്മള് ഇപ്പൊ ആദ്യത്തെ ഒരു 10 ദിവസം എടുത്തൊന്ന് മര്യാദക്ക് സംസാരിച്ച് ചളിയൊക്കെ അടിച്ച് തുടങ്ങി. ഷാജോൻ ചേട്ടനാണെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും കുറച്ച് പേടിയായിരുന്നു, കാരണം സീനിയർ അല്ലേ. ഞങ്ങൾ ഇത്ര പേരുടെ ഇടയിൽ സീനിയർ ആയ ഒരു ആക്ടർ വരുമ്പോൾ നമ്മളിങ്ങനെ കുറച്ച് ആദ്യമൊക്കെ ഭയങ്കര സൈലന്റ് ആയിട്ടൊക്കെ ആയിരുന്നു. പിന്നെ മനസ്സിലായി ചേട്ടൻ ഫുൾ വൈബാലേ, പ്രമോഷൻസിനൊക്കെ ഡാൻസ് അടിപൊളിയാ ചേട്ടൻ. പിന്നെ അംബരീഷും അങ്ങനെയായിരുന്നു. അംബരീഷും ആദ്യമായിട്ട് ഒരു ഞങ്ങളുടെ ഇപ്പൊ അപ്പൊ അവനൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ ലൊക്കേഷനിൽ അവന്റെ ഏറ്റവും കൂടുതൽ എന്താ വെച്ചാൽ അവന് ആരുടെയും പേര് അറിയില്ല, ക്യാരക്ടർ അറിയില്ല. വലിയ ഡയലോഗ് അടിച്ചു വരുമ്പോ പേര് മാറ്റി പറയും. ജിൻഡോ എന്നൊക്കെ വിളിക്കും, സുജീഷിനൊക്കെ വിളിക്കും ഒരു ബന്ധുല. അങ്ങനെയാണ് അവൻ ഐസ് ബ്രേക്ക് ആയത്. അങ്ങനെയാണ്. പക്ഷെ രണ്ടാമത്തെ മിഥുൻ അടിപൊളിയാണ്. മിഥുന്റെ ചില സീനുണ്ട് ഭയങ്കര അടിപൊളിയാ. ഒരു സീനുണ്ട് പടത്തില്, ഭയങ്കര രസം. മിഥുൻ അതിൽ ഭയങ്കര പൊളിയാ. അതില് ഏത് സിനിമ ഞങ്ങള് കാണുമ്പോ കഴിഞ്ഞിട്ട് പറയാം. അതിപ്പോ ഇങ്ങനെ അറിയാനോ? ഇനി അടുത്ത ഇന്റർവ്യൂ ആ സീൻ കാണുമ്പോ മനസ്സിലാവും മിഥുൻ അതിൽ അടിപൊളിയാണ്. ഓക്കെ, അടിപൊളി. എന്തായാലും നമ്മളിപ്പോ റൊമാൻസിന്റെ തുടക്കം മുതൽ ഈ നിമിഷം വരെ നിങ്ങളുടെ പ്രൊമോഷൻസ് ആണെങ്കിലും സോങ്സ് ആണെങ്കിലും ഒക്കെ വൈറലാണ്. എല്ലാം ഇങ്ങനെ കത്തി പടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിലായിരുന്നു ഒരു ആക്സിഡന്റിന്റെ ഒരു സ്റ്റോറി. എനിക്ക് തോന്നുന്നു അന്ന് ചോദിക്കുന്നില്ല, മഞ്ഞാണ്ടി ഇല്ല മഞ്ഞാണ്ടി ഞങ്ങൾ തമ്മിൽ നോക്കിയത് പെട്ടെന്ന് ട്രോമ അടിച്ചിട്ട്. ട്രോമ ഉണ്ടായിരുന്നു അല്ലേ? ഇല്ലില്ല, നോട്ടീസ് ചെയ്തു ഈ വണ്ടിയല്ലേ അന്ന് ആക്സിഡന്റ് ആയതെന്നുള്ളൊരു സാധനം. ആ സംഭവത്തിന് ശേഷം ആ വണ്ടി സെറ്റിൽ, ആ വണ്ടി എന്നല്ല, ആ വണ്ടി പിന്നെയും ഞങ്ങൾ ഉപയോഗിക്കേണ്ടത് അതേ സെയിം കളറുള്ള വണ്ടി. ആ വണ്ടിയല്ല, വേറെ വണ്ടി. അപ്പം ആ വണ്ടി കാണുമ്പോ ഇവർക്കൊക്കെ ഒരു നെഗറ്റീവ് എന്നല്ല, ചെറിയൊരു അന്നത്തെ ഒരു സംഭവത്തിന്റെ മെമ്മറിയും കാര്യങ്ങളും അത് കാണുമ്പോ ഒരു ചെറിയൊരു ആന്തൽ. മഹിമ എപ്പോഴാ അറിഞ്ഞേ ആക്സിഡന്റ്? 2 ആഴ്ച ഞാനുണ്ടെന്നവിടെ. അല്ല, സീനിലില്ലല്ലോ. ഞാനാണ് വണ്ടി ഓടിക്കേണ്ടത്. ആ സീനിൽ ഞാനാണ് വണ്ടി ഓടിക്കുന്നത്. ഞങ്ങളുടെ ഇന്റീരിയർ ഒക്കെ എടുത്തതിന് ശേഷം ചേച്ചിയുടെ ക്യാരക്ടറിനെ കാണില്ല. റിഹേഴ്സലിന്റെ സമയത്ത് നമുക്കത് ഞാൻ ചോദിക്കുന്നില്ല. ഞാൻ അപ്പൊ തന്നെ അറിഞ്ഞു. ഞാൻ കാറിന് പുറത്തിറങ്ങി, ഞാൻ കാരവാൻ പോയപ്പോ തന്നെ ഏകദേശം ഇറങ്ങിയോ? ഒരു കാര്യം അറിയാം, ഞാൻ ഈ വണ്ടി പേടിച്ചല്ലേ ഓടിക്കുന്നത്. അപ്പൊ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. അപ്പൊ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചോണ്ടിരിക്കുക, ഈശ്വര അതല്ല ഞാൻ പ്രാർത്ഥിക്കുക, ഭഗവാനെ എന്റെ കൂടെ തന്നെ കയറി എന്റെ കൂടെ തന്നെ ഇറങ്ങണേന്നായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചത്. സത്യം. ഞാൻ എന്നിട്ടേ എന്റെ ഷോട്ട് കഴിഞ്ഞു. എനിക്ക് ഞാൻ വണ്ടി പ്രാർത്ഥിച്ചപ്പോ എന്തിനാ എന്റെ കൂടെ തന്നെ കയറി എന്റെ കൂടെ തന്നെ ഇറങ്ങണം പ്രാർത്ഥിച്ചേ. സെൽഫിഷ്.
ഇറങ്ങിയായിരുന്നു നമ്മള് ഉണ്ടായിരുന്നോ? എനിക്ക് ഭയങ്കര കുറ്റബോധം. ഇത് മാനേജർ സുധർമ്മൻ ചേട്ടൻ വിളിച്ചു പറഞ്ഞ ഉടനെ ഭയങ്കര കുറ്റബോധം. അയ്യോ ഇങ്ങനെ പ്രാർത്ഥിച്ചോണ്ടാണോ ഈശ്വരാന്നൊക്കെ. പക്ഷെ പിന്നെ വണ്ടിനകത്ത് ഇല്ലാതായപ്പോ ഇനി സങ്കടമായി. കാരണം കാണുന്നവരൊക്കെ രക്ഷപ്പെട്ടല്ലേ അവർക്ക് ഭയങ്കര വേറെ കോമഡി ആക്ഷൻ എന്നൊക്കെ അറിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ പുറത്തിറങ്ങി സംഗീനെ കണ്ട് തിരിച്ചോണ്ടിരിക്കും. ഒന്നും പറ്റിയില്ല, പറ്റണോ ഇനിയിപ്പോ അല്ലല്ല നാട്ടുകാരൊക്കെ. അടിപൊളി സംഭവം. അടിപൊളിയോ? അല്ല ആ സമയത്ത് അത്ര ഇതാണെങ്കിലും പക്ഷെ നമ്മൾ അങ്ങനെയല്ലേ അല്ലെ, ലൈഫിൽ കുറെ വിഷമമുള്ള കാര്യങ്ങൾ നമ്മൾ പിന്നീട് ആലോചിക്കുമ്പോ ചിരിക്കും. അതെ, മറ്റുള്ളവർക്ക് ചിരിക്കാം. ഓക്കെ, എന്തായാലും വാലന്റൈൻസ് ഡേക്ക് അല്ലേ ഫെബ്രുവരി ലവ് മന്ത് ഓഫ് ലവ് എന്നൊക്കെയാണ് പറയപ്പെടാറ്. പിന്നെ അർജുൻ ചേട്ടന് എപ്പോഴും ഗെയിം ഉണ്ടോ എന്ന് ചോദിക്കും. കാരണം എന്നെ ഇന്റർവ്യൂ എടുക്കുമ്പോ മാത്രം ഗെയിം ഒന്നും ഞാൻ ഗെയിമായിട്ട് വരും. ഗെയിം അന്ന് ചെയ്തിട്ടുണ്ട്, ചെയ്യാൻ വന്നു പക്ഷെ ചെയ്യാൻ പറ്റില്ല. അച്ചേട്ടൻ വരുമ്പോ ഗെയിം അതെന്താ അറിയോ, ഞാൻ ഗെയിമായിട്ട് വരും. എന്നിട്ട് ഞാൻ പറഞ്ഞു ചേട്ടാ ഗെയിം എടുക്കട്ടെ, വയ്യ ഞാൻ ടയേർഡാ. ചോദിക്കട്ടെ, ഒരു കാര്യം ചോദിക്കട്ടെ, റെക്കോർഡ് ചെയ്തിട്ടില്ലേ? തൊട്ടുമുമ്പ് എന്താ പറഞ്ഞത്? എപ്പ എല്ലാ ഇന്റർവ്യൂല് വരുമ്പോ ഞാൻ കഴിഞ്ഞ ഇന്റർവ്യൂല് ഗെയിം തരട്ടെ എന്ന് വെച്ചപ്പോ എന്താ ഗെയിം? റാപ്പിഡ് ഫയർ. ഓ വേണ്ട, അങ്ങനെ പറഞ്ഞില്ലേ? അല്ല റാപ്പിഡ് ഫയർ ഒക്കെ മറ്റെന്തെങ്കിലും ഒരു വേറെ പുതിയ ഗെയിം ഒക്കെ ഓക്കെ, കുഴപ്പമില്ല. ഞാൻ കുറച്ച് ഒരു ലൈൻസ് ഇങ്ങനെ പറയാം, വാലന്റൈൻസ് ഡേ റിലേറ്റഡ്. അത് ആരായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോ തോന്നുമല്ലോ അത് ഇന്ന ആളായിരിക്കും എന്ന്, അത് പറഞ്ഞാൽ മതി. ഓക്കെ, ഫസ്റ്റ് അങ്ങനെയല്ല. ഫസ്റ്റ് വൺ, ഈ കൂട്ടത്തിൽ ആരായിരിക്കും ബെസ്റ്റ് വാലന്റൈൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്തതോ? അർജുനായിരിക്കില്ലേ? സംഗീതനായിക്കൂടെ ഈ കൂട്ടത്തിൽ ഞാനല്ല എന്തായാലും. ഞാനല്ല എന്തായാലും. ആണോ? പിന്നെ ആ ഒരു മെമ്മറി ചെയ്യാൻ പോണതിനാ ചെയ്ത ബെസ്റ്റ് ഒരു വാലന്റൈൻ മെമ്മറി ഡിന്നർ ഡേറ്റിനൊക്കെ പോയതായിരിക്കും. അതാണ് കൂടുതലും. ആണല്ലേ? നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല? പിന്നെ കടം മേടിച്ചിട്ട് ഗിഫ്റ്റ് മേടിച്ച് ആണോ? അതൊക്കെ ഉണ്ടാവൂലടാ. കാശ് ടൈമുണ്ട്. ഓക്കെ, മസ്താനൊരു ക്വസ്റ്റ്യൻ നൈസായിട്ട് സ്കിപ്പ് ആക്കി. അല്ല എനിക്ക് എനിക്ക് ആ കണ്ണുകളിൽ നിന്ന് മനസ്സിലാവും, അതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും ചോദിക്കില്ല. എന്നാലും പറഞ്ഞു എന്തെന്ന് എന്റെ സെലിബ്രേറ്റ് ചെയ്യാതെ. സെലിബ്രേറ്റ് ചെയ്യാത്തന്നോ? ഞാൻ പറഞ്ഞില്ലല്ലോ. ചെയ്തിട്ടുണ്ട്. ഞാൻ ചെയ്തിട്ടില്ല. സെലിബ്രേറ്റ് എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കണേ? നമ്മള് ലവറിന്റെ കൂടെ പോകുന്നു, കേക്ക് കട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കുക, അങ്ങനെയല്ല, അങ്ങനെ എന്തെങ്കിലും. ഹാപ്പി ബർത്ത്ഡേ അങ്ങനെ കേക്ക് കട്ട് ചെയ്തിട്ടൊന്നുമില്ല ഞാൻ. കണ്ണും കണ്ണും ചോദിക്കാൻ ഞാൻ പറഞ്ഞില്ലല്ലോ, ഇങ്ങനെ സംഭവം നടന്നു. സ്കിപ്പ് ചെയ്ത് പറഞ്ഞപ്പോ പിന്നെ വിഷമം. പാർഷ്യാലിറ്റി കാണിക്കാൻ പാടില്ല. അതെ, എനിക്ക് ഫേസ് ചെയ്ത് മനസ്സിലായി, അതുകൊണ്ട് ഞാൻ സ്കിപ്പ് ചെയ്ത. ഓക്കെ, എന്നാലും ഇക്കൂട്ടത്തിൽ ആർക്കായിരിക്കും ബെസ്റ്റ് ലവ് ലൈഫ് ഉണ്ടായിട്ടുണ്ടാവാം? ലവ് മാരേജ് അല്ലേ? മാത്യുനായിരിക്കും. ലൈഫ് അല്ലാതെ ലൈഫ്സ് ആണോ? പ്ലൂറലാണോ? എന്താണ് മിണ്ടാത്തെ? എല്ലാം അറിഞ്ഞിട്ട് ഇങ്ങനെ കുത്തി ഓക്കെ, ലവ് മാരേജ് അല്ലേ? അപ്പൊ ഓഫ് കോഴ്സ് യെസ്. മാത്യു നോക്കിക്കോ. അടുത്തത് വരാം. അത് എന്നോട് പറഞ്ഞ അടുത്തത്, ഇക്കൂട്ടത്തിൽ ആർക്കായിരിക്കും ഏറ്റവും നല്ല തേപ്പ് കിട്ടിയിട്ടുണ്ടാവുന്നത്? എനിക്ക് കിട്ടിയിട്ടൊന്നുമില്ല. ഇല്ല, എനിക്ക് കിട്ടിയിട്ടില്ല തേപ്പ്. അന്ന് തേപ്പ് കൊടുത്തത് ചേട്ടാ അറിഞ്ഞപ്പോഴേക്കും ഈ കൂട്ടത്തിലുള്ള ഒരാളാണല്ലോ. എനിക്ക് തേപ്പ് കിട്ടിയിട്ടുണ്ട്. കൊടുക്കാൻ ചാൻസ് കിട്ടില്ല, ഇങ്ങോട്ട് തേച്ചല്ലോ. പിന്നെ ഞാൻ വേണ്ട, നമുക്ക് തേച്ചതൊന്നും വേണ്ട. എനിക്ക് ടീമാണ്. തേപ്പ് കൊടുത്തത് ഇല്ല,
കൊടുത്തിട്ടില്ല. കൊടുക്കാൻ ആഗ്രഹമുണ്ടോ? ആഗ്രഹിച്ചോണ്ട് ആരും തേപ്പ് കൊടുക്കാൻ വാങ്ങുന്നില്ലല്ലോ അല്ലേ? കൊടുക്കണം തോന്നിയിട്ടുണ്ടോ? സാഹചര്യ സമ്മർദ്ദം മൂലമായിരിക്കുമല്ലോ അത് ശരിയാ. പലതും. ഓക്കെ, ഇവിടെ ചോദിക്കാം, നിങ്ങളിൽ ആർക്കാർക്ക് ഏറ്റവും കൂടുതൽ ഗേൾസ്? ഇത്ര നേരം വേറെ എവിടെയെങ്കിലും ചോദിച്ചേ. ഇനി ഇവിടെ ചോദിക്കും. നിങ്ങൾ ആർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഗേൾസ് ഫാൻസ് ഉണ്ടെന്ന് തോന്നിയതും? മഹിമ ഉത്തരം പറഞ്ഞാൽ മതി. അതാ സേഫ്. എനിക്ക് മഹിമക്ക് നല്ല ഗേൾസ് ഫാൻസ് ഉണ്ട്. അച്ചേട്ടനെ അറിയില്ല, അച്ചേട്ടനെ പറ്റി. നിനക്കോ? ഇപ്പൊ യൂണിവേഴ്സിറ്റി കയറിയാല് ഞങ്ങൾ അങ്ങനെ ഞാൻ ഓൾറെഡി ഉണ്ട്. കേറിയ ഒരു വീഡിയോ ഉണ്ട്, ഞാൻ ഇതിലേക്ക് വരാം. സിഗ്മ മെയിൽ ആരായിരുന്നു? വേഗം അത് പിന്നെ ഇന്ന് രാവിലെ കൂടെ അർത്ഥം പറഞ്ഞോളൂ, ഞാൻ സിഗ്മ മെയിലാന്ന്. ഓക്കെ, അപ്പൊ സൂപ്പർ സെഗ്മെന്റ് ആയിരുന്നു. നമ്മൾ സന്തോഷമായോ? ഇനി വേറെ ഒരെണ്ണം കൂടി ഉണ്ട്. നമ്മൾ യൂണിവേഴ്സിന്റെ കാര്യം പറഞ്ഞപ്പോ ബേസിൽ ചേട്ടനും ടോവിനോ ചേട്ടനും കൂടി ക്രിയേറ്റ് ചെയ്ത ആ ഒരു യൂണിവേഴ്സ് വളർന്ന് വലുതായി അതെ എല്ലാം ഇവര് ഓക്കെ, ഒരുപാട് ആൾക്കാർ അതിൽ മെമ്പർഷിപ്പ് എടുത്തു. അങ്ങനെ മാത്യുവും അതിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നൈറ്റ് റൈഡേഴ്സിന്റെ പൂജയുടെ സമയത്ത് നൗഫിൽക്കടന്ന് വെച്ചാ കിട്ടു. അവനല്ലെങ്കിൽ കുഴപ്പമില്ല, കൈ കൊടുത്തപ്പോ തന്നെ മൈൻഡ് പോയി. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് വരുമെന്ന്. ഈ വീഡിയോ അവർക്ക് തരാത്തപ്പോ ഞാൻ പിന്നെ അവിടെ വെച്ചോണ്ടിരിക്കാൻ പറ്റും എനിക്ക്. എങ്ങനെയുണ്ടായിരുന്നു യൂണിവേഴ്സിറ്റി കയറിയപ്പോ? അല്ല, ഇതൊക്കെ മറ്റേ സ്ഥിരം സംഭവിക്കാറുള്ളൊരു കാര്യമാണല്ലോ നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ. ഇതിപ്പോ ഒരു യൂണിവേഴ്സ് ആയപ്പോ അതിനൊരു ഹൈപ്പും പരിപാടിയൊക്കെ വന്നു. നിങ്ങൾക്ക് ഇങ്ങനെ പേടിയുണ്ടോ? ഇപ്പൊ ഇത് ഭയങ്കര ട്രെൻഡ് ആയില്ല, ഇപ്പൊ ചില ആൾക്കാർ ഷെയ്ക്കാണ്ട് കണ്ടില്ല. ആണല്ലേ, അത് ആ മുഖത്ത് ഞാൻ ഇങ്ങനെ ഒരു എനിക്ക് പേടില്ല, കാരണം ഞാൻ നമസ്കാരം പറയാറ്. ഓ സേഫ് ആണല്ലോ. സേഫായി ഞാൻ. അതും മൈൻഡ് ചെയ്യേണ്ട പോലെ ആൾക്കാർ. നമസ്കാരം എങ്ങനെയാ മൈൻഡ് ചെയ്യാതെ കാണാണ്ട പോലെ. നമസ്കാരം അതുപോലെ കുഴപ്പമില്ല, നമ്മള് കൈ കൊടുക്കണല്ലോ. അതെ, ഇപ്പൊ ആൾക്കാർ ഫോൺ പിടിച്ചിട്ടാണ് ഇങ്ങനെ ഷിക്കേണ്ടത്. ആണോ? എന്തായാലും ഒരു കുഞ്ഞി സെഗ്മെന്റും കൂടി ഉണ്ട്. ദാറ്റ്സ് ഫോർ മഹിമ. ഓക്കെ, യെസ്. അതായത് കാസർഗോഡ് ആണല്ലോ. അതെ, നിങ്ങളെന്താ ഈ ലോകത്തല്ലാത്ത ഭാഗത്തിലിരിക്കണേ? ഇത് മഹിമ ചേച്ചിക്കുള്ള സെഗ്മെന്റ്. അങ്ങനെയല്ല, നമുക്ക് എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഞങ്ങള് കുറച്ച് നേരത്തെ പറഞ്ഞ മഹിമയ്ക്ക് വേണ്ടി മാത്രമാണ്. അങ്ങനെ പലതും പറയും. ഓക്കെ, അതായത് നമ്മളിപ്പോ കുറച്ച് നമ്മുടെ മലയാളം പറയും. അപ്പൊ മഹിമ എന്താ കാസർഗോഡിൽ പറയണം. ഫുഡ് കഴിച്ചോ? ബീച്ചാ? നിങ്ങൾക്കറിയാം എന്തോരം ഞെട്ടിയടാ. ഓക്കെ, നെക്സ്റ്റ് അരിപ്പയില്ലേ? എന്തരിപ്പ? അരിപ്പ ചായ. അതിനെന്താ പറയാ? അരിപ്പേനെ ചായ ഇരിക്കുന്ന അരിപ്പാന്നായിരിക്കും. ആണോ? അടുത്തത് പപ്പായ. പപ്പള. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ഞാനില്ലേ നിങ്ങളും ചോദിക്കോ? നിങ്ങൾ ചോദിക്കും. ഇത് നിങ്ങൾ ഞാൻ ഞെട്ടാ ചോദിക്കും. ഒരെണ്ണം ചോദിക്കും. ചൂല്. മാച്ചി. ഉമ്മറം. ഉമ്മറ. ഉമ്മറന്ന് വെച്ചാ എന്താ? മറ്റേ വരാന്ത, ഡ്രോയിങ് റൂം. വരാന്തയാ? ആ, കുച്ചിലെന്നൊക്കെ പറഞ്ഞ അടുക്കളയല്ലേ? കുച്ചിലെന്നൊക്കെ പറഞ്ഞ അടുക്കള. ഉമ്മറം വരാന്തേ? വരാന്തന്നൊക്കെ പറയും. ആണോ? ഇങ്ങോട്ട് വാദം എങ്ങനെ പറയാം? ഈട്ക്ക് ബാ. അങ്ങോട്ട് പോ. ആട്ക്ക് പോ. ഓക്കെ, നിങ്ങൾക്കും ചോദിക്കാം. ആക്ച്വലി ഒരെണ്ണം ചോദിക്കും.
മോട്ടിവേഷൻ എന്താ പറയണത്? പോടാ. മോട്ടിവേഷനാ? മോട്ടിവേഷന്റെ മലയാളം മോട്ടിവേഷന്റെ മലയാളം എന്താ? ആത്മവിശ്വാസം അല്ലല്ലേ? ആത്മവിശ്വാസം കോൺഫിഡൻസ് ആണല്ലേ? അതിന് എന്താ മോട്ടിവേഷന്റെ മലയാളം എന്താ? ബൂസ്റ്റിംഗ്. ചിന്തിക്കണേ. മോട്ടിവേഷന്റെ മലയാളം എന്താ? അത് നീ എന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് ഒന്ന് ഉഷാറാക്കി അങ്ങനെയൊക്കെ പറയും. ഉഷാർ തന്നെ. അതുപോലെ വേണ്ട, ഞാൻ തിരിച്ചെടുത്തു. ചേട്ടൻ ചോദിക്കും, ചേട്ടൻ എന്തോ കാര്യമായിട്ട് ആലോചിക്കും. ഞാൻ ആ കുപ്പിന്ന് കുറച്ച് വെള്ളം കുടിച്ചാലോ അതിനെങ്ങനെ പ്രചോദനം അങ്ങനെ ഒരു വാക്കില്ല കാസർഗോഡ്. ഞങ്ങള് നാച്ചുറലി എന്താണ് പ്രചോദനം? അങ്ങനെയുള്ള ആൾക്കാർ എന്താ പറയാ, പ്രചോദിതരായ ആൾക്കാരാ. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ വാക്കിന്റെ ആവശ്യമില്ല. ഓക്കെ, അർജുൻ ചേട്ടന്റെ കൂടി ഡയലോഗ് കൊണ്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. കുപ്പിന്ന് വെള്ളം കുടിക്കണം. എനിക്ക് കുറച്ച് വെള്ളം വേണം. നമുക്ക് കുറച്ച് വെള്ളം വേണം. ഓക്കെ, സൂപ്പർ. നമ്മളിപ്പോ ഫെബ്രുവരി 14 റൊമാൻസ് തിയേറ്ററിലേക്ക് വരികയാണ്. ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേക്ക്. അപ്പോ സിംഗിൾസിനും കപ്പിൾസിനും എന്താ ഫാമിലി ഓഡിയൻസ് 14 ഫെബ്രുവരി. ഇതെത്ര? 5. ഇതെത്ര? 1. ഇതെത്ര? അപ്പൊ 1 4 എത്ര? 5. 1 4 അന്ന് എനിക്ക് ഇങ്ങനെ അടിച്ചാ പോരടി. ഇങ്ങനെ അടിച്ചാ പോരെ മസ്താനി. അയ്യോ, കരഞ്ഞത് ചിരിച്ചിരിച്ചെന്നൊക്കെ പറയട്ടെ. പൊന്നോ എല്ലാം പറ. അർജുൻ അശോകൻ മസ്താനിയെ കരയിപ്പിച്ചു. എനിക്ക് കാണിക്കും. ഓക്കെ, അപ്പോ ഫെബ്രുവരി 14 തീയതി 44 തീയതി ഫെബ്രുവരിയിലാണ് ഏറ്റവും ഡേറ്റ് ഓർമ്മ. 28 ഫെബ്രുവരി 14 റൊമാൻസ് തിയേറ്ററിലേക്ക് വരികയാണ്. നമ്മുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള എല്ലാവരും അതിൽ ആക്ട് ചെയ്യുന്നുണ്ട്. സോ ഇത് വളരെ വലിയൊരു വിജയമാവട്ടെ, അടിപൊളിയാവട്ടെ. ട്രെയിലറൊക്കെ കണ്ടുമ്പോൾ നമുക്ക് വളരെയധികം പ്രതീക്ഷയുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ സക്സസ് ആവട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. അതിങ്ങനെ തീർന്ന ഇനിയുണ്ട് കുറെ.